കൊച്ചിയിൽ സ്വകാര്യ ബസിന്റെ ടയറുകൾ കത്തി. മോട്ടോർ വാഹന വകുപ്പിന്റെ സംയോജിത ഇടപെടലിനെ തുടർന്ന് വൻ അപകടമാണ് ഒഴിവായത്. ബസിന്റെ ടയർ കത്തുമ്പോൾ അതുവഴി വന്ന ടാങ്കർ ലോറിയിൽ നിന്ന് അഗ്നി അണയ്ക്കുന്ന സംവിധാനം ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു. രാഗിൻ വിവരങ്ങളുമായിട്ട്. രാഗിൻ, ബസ് സർവീസ് നടത്തുമ്പോഴല്ലേ ഇങ്ങനെ തീ ആളിപ്പടർന്നത്? വലിയൊരു അപകട സാധ്യത ഉണ്ടായിരുന്നു. എങ്ങനെയാണ് തീ പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കിയത്? തീർച്ചയായും എറണാകുളത്ത് നിന്ന് ആലുവയ്ക്ക് പോയ സ്വകാര്യ ബസ്സാണ്. ഈ സ്വകാര്യ ബസിന്റെ പിൻഭാഗത്തെ ചക്രത്തിലാണ് തീ പടർന്നത്. അതായത് മെക്കാനിക്കൽ തകരാറ് മൂലം ബ്രേക്ക് ജാമായി തീ പടരുകയാണ് ഉണ്ടായത് ഈ ടയറിൽ. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കേണ്ടതായിരുന്നു. പക്ഷേ സമയോചിതമായിട്ടുള്ള ഇടപെടലാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയത്. കാരണം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ആ വഴി പോകുന്നുണ്ടായിരുന്നു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചന്തു, അതോടൊപ്പം തന്നെ ഡ്രൈവർ ജാഫർ, ഇവർ പോകുന്ന ഘട്ടത്തിലാണ് ഇത് കാണുന്നത്, ഈ കാഴ്ച. തുടർന്ന് ഉടൻ തന്നെ അവരിറങ്ങി അതുവഴി വന്ന ഒരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ വാങ്ങി വേഗത്തിൽ തീയണക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് വലിയ ദുരന്തം ഉണ്ടായില്ല ഭാഗ്യവശാൽ. അക്കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ, സമയോചിതമായിട്ടുള്ള ഇടപെടൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തി. ഈ രണ്ട് ഉദ്യോഗസ്ഥർ അക്കാര്യങ്ങൾ ചെയ്തു. എന്തായാലും ഏറെ നേരം ഒരു പരിഭ്രാന്തി നിറഞ്ഞൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും സമയോചിതമായിട്ടുള്ള ഇടപെടലിൽ കാര്യങ്ങൾ നേരെയായി.